അങ്ങനെ ആപ്പിളിൻ്റെ അപ്കമിങ് അപ്ഡേറ്റ് ആയിട്ടുള്ള iOS 27 നമ്മളുടെ എല്ലാ ഡിവൈസുകളിലേക്ക് ലഭിക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം അടുത്ത മാസം സെപ്റ്റംബറിൽ പുതിയ ഡിവൈസുകൾ റിലീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആയിരിക്കും പുതിയ OSകളും നമ്മളുടെ എല്ലാ ഡിവൈസിലും ലഭിക്കാൻ പോകുന്നത്. നിലവിൽ iOS 26 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളിലും തന്നെ നമുക്ക് iOS 27 ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. വിച്ച് മീൻസ് iPhone 11 മുതലുള്ള ഡിവൈസുകളിൽ ഇത് സപ്പോർട്ടഡ് ആണ്. സോ ഇന്നലെ ആപ്പിൾ iOS 27 ഏറ്റവും ലൈറ്റസ്റ്റ് ബീറ്റ ആയിട്ടുള്ള ബീറ്റ 7 റിലീസ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ബീറ്റ 7 വന്നിട്ടുള്ള, അതോടൊപ്പം ഇതിനു മുന്നേ വീഡിയോ ചെയ്യാൻ മിസ്സാക്കിയിട്ടുള്ള മറ്റു ബീറ്റകളിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പുതിയ മാറ്റങ്ങളും അതോടൊപ്പം തന്നെ ബഗ് ഫിക്സുകളുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മെലൻ ആൻഡ് വെൽക്കം ബാക്ക്. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ അപ്ഡേറ്റ് സൈസാണ്. ബീറ്റ 7 വന്നപ്പം ഓൾമോസ്റ്റ് 9 GB അടുത്ത് മിക്ക ഡിവൈസുകളും ഞാൻ ചെക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസുകളിലും തന്നെ ഈ ഒരു ഓൾമോസ്റ്റ് സിമിലർ സൈസാണ് കാണിക്കുന്നത്. 2 ഇതിൻ്റെ വേർഷൻ നമ്പറാണ്. സോ മോർ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാം iOS 27 മുതൽ നമ്മൾ വരുന്ന അപ്ഡേറ്റുകൾ എന്ന് ഇൻസ്റ്റാൾ ചെയ്തു എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഇൻഫർമേഷൻ കൂടെ അതിൻ്റെ താഴെയായിട്ട് കൊടുക്കും. സോ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇൻസ്റ്റാൾഡ് ടുഡേ, ഇന്നലെയാണ് എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾഡ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞ് കാണിക്കും. അതോടൊപ്പം അതിൻ്റെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ദിവസങ്ങൾ മാറുന്നതനുസരിച്ച് ഇവിടെ ഷോ അപ്പ് ആവുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 24A5424A ആൽഫബറ്റ് എയിലാണ് ഇപ്പോൾ അവസാനിക്കുന്നത്. വിച്ച് മീൻസ് നമ്മൾ ഇതിൻ്റെ ഒരു റിലീസ് കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മേജർ റിലീസിനോട് തൊട്ടടുത്ത് നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു ആൽഫബറ്റ് എ. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പം ഇപ്പം ലഭിച്ചിട്ടുള്ള ലീക്സും റൂമേഴ്സും അനുസരിച്ച് ആപ്പിൾ പുതിയ ഐഫോണും ആപ്പിളിൻ്റെ പുതിയ പ്രോഡക്റ്റുകളും അടുത്ത മാസം 8-ാം തീയതി ഈ ഒരു ഇവൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ആ ഒരു ഇവൻറ്റ് കഴിഞ്ഞ് ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് iOS 27 അതോടൊപ്പം macOS 27 watchOS 27 ഇങ്ങനെയുള്ള എല്ലാ OS അപ്ഡേറ്റുകളും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അങ്ങനെ നോക്കുമ്പോൾ ഒരു 10-12-ാം തീയതിക്കുള്ളിൽ അടുത്ത മാസം നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് നമ്മളുടെ ഡിവൈസുകളിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ ഒരു അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് ആൻഡ് ചേഞ്ചസിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ കാര്യം എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. OS ഇതിൻ്റെ പൂർണ്ണ റിലീസിനോട് അടുക്കുമ്പം ഇതിൻ്റെ ബീറ്റ 1 മുതൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് പ്രീവിയസ് പഴയ ബീറ്റകൾ അല്ലെങ്കിൽ പഴയ അപ്ഡേറ്റുകൾ കഴിഞ്ഞ വർഷത്തെ അതിന് മുന്നത്തെ വർഷത്തേക്ക് ബീറ്റകൾ വെച്ച് നോക്കുമ്പം കുറേയും കൂടെ സ്റ്റേബിളാണ് iOS 27 എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഡെവലപ്മെൻറ്റും അതോടൊപ്പം തന്നെ സ്റ്റെബിലിറ്റി ബഗ് ഫിക്സുകൾ കാര്യങ്ങളൊക്കെ ഇപ്പം കൃത്യമായിട്ട് ഈ ഒരു അപ്ഡേറ്റ് റിലീസ് ചെയ്ത് തുടങ്ങിയ ബീറ്റ 1 മുതൽ ആപ്പിളിൻ്റെ ഡെവലപ്പേഴ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് എല്ലായിടത്തും വളരെ പ്രകടമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം ഓൾഡർ ജനറേഷൻ ഡിവൈസ് ഈവൻ iPhone 11 പോലും ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഈ ഒരു അപ്ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റെബിലിറ്റി വൈസ് ബെറ്ററാണ്. അടുത്തത് ആനിമേഷൻസ് മൊത്തത്തിൽ കുറച്ചും കൂടെ ബെറ്ററായി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്നത് ഓൾഡർ ജനറേഷൻ ഡിവൈസുകളാണ്. iPhone 11, 12, 13 പോലുള്ള ഡിവൈസുകളിൽ നമുക്ക് കുറേ അധികം ഈ ഒരു ആനിമേഷൻസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്പോട്ട് ലൈറ്റ് ഒക്കെ നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ നമുക്കറിയാം വളരെ ക്വിക്കായിട്ട് തന്നെ ആക്സസ് ചെയ്യാനും സാധിക്കുന്നുണ്ട് ആ ഒരു ആനിമേഷൻ കാര്യങ്ങളൊക്കെ. സോ ഇത് iPhone Air ആണ്, അതിൽ ബീറ്റ 2 ആണ് റൺ ചെയ്യുന്നത്. സോ നമ്മൾ ഇതിലെ ആനിമേഷൻ കണ്ടാൽ മനസ്സിലാവും. നമ്മളത് പതുക്കെ സ്ലോ ആയിട്ട് ഡ്രാഗ് ചെയ്യുമ്പം അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഓൾറെഡി ഈ ഒരു രീതിയിലാണ്, വലിയ ആനിമേഷൻ എന്ന് പറയാൻ സാധിക്കത്തില്ല. എന്നാൽ പുതിയ ബീറ്റയിൽ നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ആനിമേഷൻ വളരെ നൈസായിട്ട് പോപ്പപ്പ് ആയി വരുന്ന ഒരു ആനിമേഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അടുത്തത് ആപ്പ് ഐക്കൺസ്. താഴെ കൊടുത്തിട്ടുള്ള സിറി, പ്രിവ്യൂ, സെറ്റിംഗ്സ്, അതോടൊപ്പം സഫാരി, ഈ 4 ആപ്പ് ഐക്കൺസിലും വന്നിരിക്കുന്ന ചേഞ്ചസ് കാണാൻ സാധിക്കും. ഒന്ന് സിറിയുടെ ആപ്പ് ഐക്കൺ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രിവ്യൂ ആണ്. പ്രീവിയസ്ലി ഈ ഒരു രീതിയിലാണ്, പുതിയ അപ്ഡേറ്റിൽ ഈ ഒരു രീതിയിലാണ് പ്രിവ്യൂ ആപ്പ് വന്നിരിക്കുന്നത്. പിന്നെ സെറ്റിംഗ്സും സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ സഫാരിയിൽ ഈ ലൈൻസ്, നോർത്ത് സൗത്ത് കാണിക്കുന്നതിൻ്റെ ചുറ്റിനും ഉള്ള വൈറ്റ് ലൈൻസ് എന്ന് പറയുന്നത് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ലൈൻസ് ആണെന്നു. എന്നാൽ പുതിയ അപ്ഡേറ്റിലേക്ക് വന്നപ്പം കുറേ സ്പേസ് നമുക്ക് അവിടെ കാണാം. ഇതോടൊപ്പം തന്നെ റിമോട്ട് ആപ്പിൻ്റെ ഐക്കണും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ്ലി ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ആപ്പ് ഐക്കൺ വന്നിരുന്നത്. എന്നാൽ പുതിയ അപ്ഡേറ്റിൽ നിങ്ങൾ കാണാം ഗ്രേ ബാക്ക്ഗ്രൗണ്ടിലാണ് ആ ഒരു റിമോട്ട് ഐക്കൺ വന്നിരിക്കുന്നത്. ഇനി സെറ്റിംഗ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം ഒപ്റ്റിമൈസ് സെർച്ച് ആൻഡ് സിറി എന്ന് പറയുന്നത്. ഈ ഒരു ബീറ്റ വേർഷൻ നിങ്ങളുടെ ഡിവൈസിൽ കണ്ടിന്യൂസ്ലി ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പം ലേറ്റസ്റ്റ് ബീറ്റ 7 ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പം ചിലപ്പം നമ്മൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് ആദ്യമായിട്ട് സിറി ആക്സസ് ചെയ്യുമ്പം പഴയ സിറി ആയിരിക്കാം നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒപ്റ്റിമൈസേഷൻ സെർച്ച് ആൻഡ് സിറി ഒപ്റ്റിമൈസേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നതുകൊണ്ടാകാം, അത് കംപ്ലീറ്റ് ആകാത്തതുകൊണ്ടാകാം. 2 സിറിയുടെ സിറി ആപ്പിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ നമുക്ക് അഡീഷണൽ ഡൗൺലോഡ്സ് എന്തെങ്കിലും അവൈലബിൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. കാരണം സിറി ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ടിൽ. സോ അതിൻ്റെ അനുസരിച്ചുള്ള എന്തെങ്കിലും ഫയൽസോ കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യാനോ കംപ്ലീറ്റ് ചെയ്യാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ബീറ്റ 7 ഇൻസ്റ്റാൾ ചെയ്താലും നമുക്ക് പഴയ സിറി ആയിരിക്കും ലഭിക്കുന്നത്. ആൻഡ് സിറിയുടെ കാര്യത്തിലേക്ക് വരുമ്പം ചെറിയൊരു ട്വീക്ക് പ്രീവിയസ് ജനറേഷൻ സിറി ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് പ്രീവിയസ് ബീറ്റയിൽ ലൈക്ക് ബീറ്റ 1, 2, 3 ഈ രീതിയിലായിരുന്നു ആനിമേഷൻ.
നിങ്ങൾക്ക് കാണാം വൈബ്രൻ്റ് ആയിട്ടുള്ള കുറേ കളേഴ്സൊക്കെ സിറിയിൽ കാണാൻ സാധിക്കും. എന്നാൽ ബീറ്റ 7ലേക്ക് വന്നപ്പം കഴിഞ്ഞ ബീറ്റ 6 മുതൽ ഈ ഒരു ചേഞ്ച് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് സിറി ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര വൈബ്രൻറ്റ് കളേഴ്സ് ഒന്നും കാണാൻ സാധിക്കില്ല. വളരെ സെറ്റിലായിട്ടുള്ള മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കളേഴ്സാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സെറ്റിംഗ്സിൽ സെർച്ച് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ പ്രീവിയസ്ലി നമുക്ക് ഇതൊക്കെയായിരുന്നു സെറ്റിംഗ്സ് സെർച്ചിനകത്തുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് അഡീഷണലി ഒരു പുതിയ ഓപ്ഷൻ കൂടെ ആപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ബിഫോർ സെർച്ചിങ് എന്ന് പറയുന്നത്. അതിൽ സജസ്റ്റഡ് ആപ്പ് എന്നുള്ള ഓപ്ഷൻ നമുക്കിപ്പം മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. 4 ആപ്സ് അല്ലെങ്കിൽ 8 ആപ്സ് വരെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഷോർട്ട് കട്ട്സ് ആപ്പിൻ്റെ സജഷൻ, സെർച്ചിൽ ഷോർട്ട് കട്ട്സ് ആപ്പ് സജസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാം, എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും സാധിക്കും. ജസ്റ്റ് ഇപ്പം സ്പോട്ട്ലൈറ്റ് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ 8 ആപ്സ് വരെ നമുക്കിതിൽ സജസ്റ്റഡ് ആപ്പായിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ ഒന്ന് മാറ്റം സ്ക്രീൻഷോട്ടിനാണ്. നമ്മളിപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ സ്ക്രീൻഷോട്ടിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് അപ്ഡേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്തു, അതിൽ നമുക്ക് മാർക്കർ ടൂളുണ്ട്. ഈ മാർക്കർ ടൂളിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ടൂൾ ഓപ്ഷൻസും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ പുതിയ അപ്ഡേറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ മാർക്കർ ടൂൾ ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ താഴെ ഐപാഡിലൊക്കെ വരുന്ന പോലെ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് മാർക്കർ ടൂൾ വരുന്നത്. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കും. ആൻഡ് ടൂൾസ് എല്ലാം തന്നെ ഈ ഒരു രീതിയിൽ അവൈലബിൾ ആണ്. പിന്നെ വന്ന മാറ്റം ഷോർട്ട് കട്ട്സ് ആപ്പിനാണ്. ഷോർട്ട് കട്ട്സ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. ഇപ്പം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സ്പ്ലാഷ് സ്ക്രീൻ കാണാം. ഇതിൽ 3 ഓപ്ഷൻസ്, ഡിസ്ക്രൈബ് എ സ്ക്രീൻഷോട്ട്, ബോർഡ്, വേൾഡ് നോളജ്, യൂണിഫൈഡ് ഓട്ടോമേഷൻസ് എന്ന് പറഞ്ഞൊരു 3 സ്പ്ലാഷ് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ പട്ടത്തെ പോലെയല്ല, നമുക്ക് ഓട്ടോമേഷൻ എവിടെ അല്ലെങ്കിൽ മറ്റ് ഷോർട്ട് കട്ട്സിൻ്റെ സെറ്റിംഗ്സ് എന്ത് എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ അതിന് പകരം നമുക്കത് ഈസിലി നാവിഗേറ്റ് ചെയ്യാം. ഇതിലേക്ക് പോയതിന് ശേഷം നമുക്ക് ഓട്ടോമേഷൻ ടാബ് ഇവിടെ നിന്നാണ് ആക്സസ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഓട്ടോമേഷൻ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെൻട്രലായിട്ട് നമുക്കൊരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഐയുടെ സഹായത്തോടെ, അതായത് ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള ഓട്ടോമേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഷോർട്ട് കട്ട്സിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ പുതിയ ഷോർട്ട് കട്ട്സ് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഓവറോൾ ഷോർട്ട് കട്ട്സ് ചില iOS 27 അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ചില ഷോർട്ട് കട്ട്സ് പ്രോപ്പറായിട്ട് വർക്ക് ആകുന്നില്ലായിരുന്നു. ആ ഒരു പ്രോബ്ലം ആപ്പിൽ ഈ ഒരു അപ്ഡേറ്റിൽ പരിഹരിച്ചിട്ടുണ്ട്. പിന്നെ വന്ന മറ്റൊരു ചെറിയ വിഷ്വൽ മാറ്റം എവിടെയാണെന്ന് വെച്ചാൽ കൺട്രോൾ സെൻറ്ററിലാണ്. കൺട്രോൾ സെൻറ്ററിൽ നിങ്ങളിപ്പം ഈ ഒരു സെല്ലുലാർ നെറ്റ്വർക്കിൻ്റെ ഗിഫ് ഐക്കൺ കാണുമ്പോൾ പുതിയ അപ്ഡേറ്റിൽ ഇതാണ്. പ്രീവിയസ് അപ്ഡേറ്റിലെ ഗിഫ് ഐക്കൺ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലെ ബാർസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, 4 സോളിഡ് ബാർസ്. എന്നാൽ പുതിയ അപ്ഡേറ്റിലേക്ക് വന്നപ്പം അത് കുറച്ചും കൂടെ റൗണ്ടഡ് എഡ്ജായി. 4 സോളിഡ് ബാർസ് തന്നെയാണ്, പക്ഷേ റൗണ്ടഡ് കോർണേഴ്സ് ഉള്ള 4 ബാർസാണ്. ഇതിലെ ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത് സെറ്റിങ്സിൽ ഇവിടെ നമ്മളുടെ അപ്പിയറൻസ് ഓപ്ഷനിൽ ലിക്വിഡ് ഗ്ലാസ് കുറേയും കൂടെ സെറ്റിലാക്കിയിട്ടുണ്ട്. അതായത് ബീറ്റ 1 അല്ലെങ്കിൽ iOS 27 വന്നപ്പം 26 ധാരാളം ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫാർ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ലിക്വിഡ് ഗ്ലാസ് എക്സ്പീരിയൻസ് ആണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം കാണാം. വളരെ ക്ലിയർ ആയിട്ടുള്ള ആപ്പിൾ മ്യൂസിക് ആപ്പ് ഒക്കെ എടുക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ സാധിക്കും. സീത്രൂ ആണ്, ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ കൂടുതൽ ടിൻഡഡ് ആക്കുമ്പം നമുക്ക് ആ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. പ്രത്യേകിച്ച് ഡാർക്ക് മോഡിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. ലിക്വിഡ് ഗ്ലാസ് മോർ ടിൻഡഡ്. ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് വളരെയധികം വിസിബിൾ ആണ്. ഓൾ അക്രോസ് OS, പ്രത്യേകിച്ച് ആപ്പിൾ മ്യൂസിക്കിൽ നമ്മൾ പോകുമ്പം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കും. ആൻഡ് ഡാർക്ക് മോഡിലാണെങ്കിലും അത് വളരെ വിസിബിളാണ്, വളരെ എവിഡൻ്റ് ആണ്. പിന്നെ ഇതിൽ കണ്ട ഒരു ബഗ് എന്ന് പറയുന്നത്, നമ്മൾ വൈഫൈ ആക്സസ് ചെയ്യുന്ന സമയത്ത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ചില വൈഫൈകളുടെ താഴത്തെ ബാർ, ആ താഴത്തെ പോയിന്റ് നമുക്ക് അവിടെ വൈഫൈ കാണിക്കുന്നില്ല അല്ലെങ്കിൽ സിഗ്നൽ കാണിക്കുന്നില്ല. എന്നാൽ അതിൻ്റെ മുകളിലേക്കുള്ള ബാറുകൾ സിഗ്നൽ വളരെ ഹൈലൈറ്റ് ആയിട്ട് നിൽപ്പുണ്ട്, പക്ഷെ താഴത്തെ ആ സിഗ്നൽ കാണിക്കുന്നില്ല. പൊതുവേ സിഗ്നൽ കുറവുണ്ടെന്നുണ്ടെങ്കിൽ താഴേന്ന് മുകളിലേക്കാണ് വരുന്നത്, പക്ഷേ ഇവിടെ ഇൻവേർട്ടഡ് ആണ്. നമുക്ക് കാണാം മുകളിലത്തെ ആ ലൈനുകളെല്ലാം വിസിബിളാണ്, താഴത്തെ കാണാൻ സാധിക്കും. ഇങ്ങനെ വളരെ മൈനർ ആയിട്ടുള്ള ബഗ്ഗുകൾ നമുക്ക് അവിടെ ഇവിടെയും കാണാൻ സാധിക്കും. ഇതിലെ അടുത്ത ബഗ്ഗാണ് നിങ്ങൾ ഈ കാണുന്നത് വാൾപേപ്പറുമായിട്ട് ബന്ധപ്പെട്ട്. ഞാനിപ്പം യൂസ് ചെയ്യുന്ന വാൾപേപ്പർ ഈ വാൾപേപ്പറാണ്, പക്ഷേ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ വാൾപേപ്പറാണ്. ഇത് വളരെ എവിഡൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നൊരു ബഗ്ഗാണ്. നിങ്ങൾ ആരെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രീവിയസ് അപ്ഡേറ്റിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന വാൾപേപ്പർ അല്ല നമുക്ക് വിസിബിൾ ആകുന്നത്. ഇത് ആദ്യം ഞാൻ ചെയ്തത് ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുമായിരുന്നു ചെയ്തത്. റീസ്റ്റാർട്ടായി വന്നപ്പം ഒരു കുഴപ്പമില്ല, ശരിയായി. പിന്നീട് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാതെ ഇത് പരിഹരിക്കാൻ സാധിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കറൻ്റ് യൂസ് ചെയ്യുന്ന വാൾപേപ്പർ മാറ്റിയിട്ട്
വേറൊരു വാൾപേപ്പർ സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും തിരികെ വന്ന് ആ സെറ്റ് ചെയ്തിരിക്കുന്ന പഴയ പ്രീവിയസ് വാൾപേപ്പർ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബഗ് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലാതെ ഇത് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ മൈനർ ആയിട്ടുള്ള അവിടെ ഇവിടെയും കുറച്ച് ബഗ്ഗുകൾ കാണാൻ സാധിക്കും. പക്ഷേ ഇതൊന്നും നമ്മുടെ പെർഫോമൻസിനെ, ഓവറോൾ ഡിവൈസിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ക്യാമറ ആയാലും ക്യാമറയുടെ സെറ്റിങ്സ്, ഓപ്ഷൻസ്, കാര്യങ്ങളൊക്കെ വളരെ എവിഡൻ്റ് ആണ്. നമുക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പെർഫോമൻസ് എവിഡൻ്റ് ആയിരിക്കുന്നത് ഓൾഡർ ജനറേഷൻ ഡിവൈസിലാണ്. ലൈക്ക് ഐഫോൺ 11, 12, 13 നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ്, ഓവറോൾ പെർഫോമൻസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പം ഇപ്പം ബെയ്റ്റയിലാണ്, അതുകൊണ്ട് തന്നെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഞാൻ ബാറ്ററി കൊടുക്കുന്നില്ല. പക്ഷേ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 500 സൈക്കിൾസിനടുത്താണ് എൻ്റെ സൈക്കിൾ കൗണ്ട്. ആൻഡ് മാക്സിമം കപ്പാസിറ്റി 91% ആണ്. ആൻഡ് ഐ എം യൂസിങ് ഐഫോൺ 16 Pro. സോ സൈക്കിൾ കൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പം വലിയ കുഴപ്പമില്ലാത്ത ബാറ്ററി ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബാറ്ററി പെർഫോമൻസിനെ പറ്റി പറയണം എന്നുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസങ്ങളെടുക്കും. സോ എന്തായാലും ഇത് ഫസ്റ്റ് ഡേ ഇൻസ്റ്റലേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് iOS 27 റിലീസ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെയോ അതിന് മുന്നത്തെ വർഷത്തെയോ ഒരു OS അപ്ഡേറ്റ് പോലെയല്ല. തീർച്ചയായിട്ടും നല്ലധികം മാറ്റം, പ്രത്യേകിച്ച് പെർഫോമൻസിലായാലും ഓവറോൾ ഇമ്പ്രൂവ്മെൻറ്റ്സ്, വിഷ്വലി ഉള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണെങ്കിലും ബഗ്ഗുകളുടെ കാര്യത്തിലാണെങ്കിലും കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വർഷത്തെ ബഗ്ഗുകളില്ല എന്നുള്ളതല്ല, കഴിഞ്ഞ വർഷത്തെ ഒരു OS അപ്ഡേറ്റുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പം വളരെ മിനിമലായിട്ടുള്ള ബഗ്ഗുകൾ മാത്രമേ ഉള്ളൂ. ആൻഡ് പെർഫോമൻസിനെയോ അല്ലെങ്കിൽ ബാറ്ററിനെയോ ഡിവൈസിൻ്റെ ഓവറോൾ ഡേ ടു ഡേ യൂസേജിനെ ബാധിക്കുന്ന രീതിയിലുള്ള, ഒട്ടും തന്നെ യൂസേഴ്സിന് യൂസബിൾ അല്ലാത്ത രീതിയിലുള്ളൊരു പെർഫോമൻസ് ഇഷ്യൂവോ അല്ലെങ്കിൽ ബഗ്ഗുകളോ iOS 27 ഈ ഒരു അപ്ഡേറ്റിൽ കാണാൻ സാധിക്കുന്നില്ല. സോ ബീറ്റ 1 മുതൽ വളരെ മികച്ച ഒരു പെർഫോമൻസ് ആണ് iOS 27 പ്രൊവൈഡ് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ iOS 27 അപ്ഡേറ്റ് ചെയ്യാം. അടുത്ത മാസം ഇത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുമ്പം ഐഫോൺ 11 സീരീസ് മുതൽ നമുക്കിത് അവൈലബിൾ ആണ്. സോ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ അടുത്ത മാസം ഇത് റിലീസ് ചെയ്യുന്ന ടൈമിനോടകം നമ്മൾ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും സ്റ്റേ ട്യൂൺ. സോ ഇതുപോലത്തെ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് ഇന്ന് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക. സോ catch you guys next one. Until then, peace.